വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പത്തില തോരനാണ്. കർക്കിടക മാസത്തിൽ 10 ഇലകൾ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന തോരനാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 10 ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം ഇത് തഴുതാമ. എല്ലാത്തിൻ്റെയും ഇളയ ഇലകൾ വേണം എടുക്കാനായിട്ട്, കൂമ്പിലുള്ള ഇലകൾ. അപ്പോൾ മൂക്കാത്ത ഇലകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തഴുതാമ 1. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഉണ്ടോ. അതിൻ്റെ ഞാൻ മൂക്കാത്ത ഇലയാട്ടോ എടുത്തിരിക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് സാമ്പാർ ചീര, പിന്നെ കോവലിൻ്റെ തളിരിലകൾ. ഇനി നമ്മൾ വേലിച്ചീര, ചിക്രുമാണി എന്നൊക്കെ പറയുന്ന ഇലയുണ്ടല്ലോ, അതാണിത് വേലിച്ചീര. അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചേനയുടെ ഇല, അതും ഇതുപോലെ തന്നെ മൂക്കാത്തത് എടുക്കണം കേട്ടോ, കൂമ്പില എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചേമ്പിൻ താള്, പിന്നെ നമ്മുടെ സാധാരണ ചീര, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചീര. പിന്നെ എടുത്തിരിക്കുന്നത് മുത്തള് അഥവാ കൊടവൻ എന്നൊക്കെ പറയും ഇതിനെ, അതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചൊറിഞ്ഞണമാണ്. ഇത് നമ്മളുടെ പറമ്പിൽ കണ്ടാൽ പറിച്ച് കളയുന്ന സാധനമാണ്. പക്ഷേ ഇത് വളരെയധികം ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഈ ചുവന്ന തണ്ട് കണ്ടോ, ഈ ചുവന്ന തണ്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പറിക്കുമ്പോൾ ഈ തണ്ട് പിടിച്ചിട്ട് പറിച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയാൽ അതിൻ്റെ ചൊറിച്ചിലൊക്കെ പോകും. അപ്പോൾ 10 ഇലകൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇലകളും എടുക്കാം കേട്ടോ. ഇത് കൂടാതെ തന്നെ വള്ളിച്ചീര, മത്തൻ്റെ ഇല, പയറിൻ്റെ തളിരില, അതൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇലകളെല്ലാം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇലകളെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ നാളികേരം, ചിരകിയെടുത്തിരിക്കുന്ന 1 കപ്പ് നാളികേരം ഇട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അധികം അരയ്ക്കരുത് കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നാളികേരം ഒതുക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഉണക്കമുളക് ഇടാം കേട്ടോ. ഞാനത് ഇടാണ്ടാണ്.
നാളികേരം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ചെറിയൊരു പച്ചമണം പോകാൻ വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് നാളികേരം ഒന്ന് അതിൻ്റെ പച്ചമണം മാറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഇലകളൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി അധികം നേരം വെക്കണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇലകളുടെ പോഷക ഗുണമൊന്നും പോകരുത്. അപ്പോൾ അതേ ഒരു വെന്തിട്ടുണ്ട് എന്തായാലും നന്നായിട്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പത്തിലത്തോരൻ, കർക്കിടകത്തിൽ വളരെ നല്ലതാട്ടോ ഈ പത്തിലത്തോരൻ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിനു മുൻപ് കർക്കിടക മരുന്നുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അത് കാണണം. എന്നിട്ട് അത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഈ പത്തിലത്തോരൻ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിന് ഉണർവും ഊർജ്ജസ്വലതയും നൽകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെയേറെ ഉപകാരമാണ് ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചാൽ. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളുടെ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാവും ഈ ഇലകളൊക്കെ. അപ്പോൾ അതൊക്കെ പറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഇലകളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ തയ്യാറാക്കണം, കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thanks for watching.